is Radio Rainbow, shining stars. Oh. ഇന്ന് ഷൈനിങ് സ്റ്റാർസിൽ പുതിയൊരാളെ പരിചയപ്പെടുത്താൻ പോവാണ്. നിരഞ്ജന, തിരക്കിലാണോ? അല്ലപ്പാ, നീ SPCന്റെ സ്റ്റേറ്റ് ക്യാമ്പിനെല്ലാം പോയതല്ലേ? അതിന്റെ വിശേഷങ്ങൾ നമ്മള് അറിയാൻ വേണ്ടിട്ട് വന്നതാ. SPC സ്റ്റേറ്റ് ക്യാമ്പെല്ലാം ഭയങ്കര സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നീ ഫ്രീ അല്ലേ? അതിനെ പറ്റി പറയാലോ. ക്ലാസ്സിലും തന്നെ പിന്നെ SPC ഇപ്പൊ സ്റ്റാർട്ടിംഗ് തൊട്ടില് കഴിഞ്ഞില്ല നമ്മളെ എന്ന് തോന്നിപ്പോ എനിക്ക് ഭയങ്കര ഇതന്നെപ്പാ. പിന്നെ വീട്ടുകാരെല്ലാം എന്തെല്ലാം പറയുന്നുണ്ട്, നീ പോകുന്നു 10ാം ക്ലാസ് ആയതുകൊണ്ട് പ്രഷറുണ്ടാ? പിന്നെ നാട്ടുകാരും വീട്ടുകാരും എല്ലാരും ഉണ്ട്. എനക്കും തന്നെ. ശരിക്കും പറ, എങ്ങനെയുണ്ടായിരുന്നു ക്യാമ്പ്? അടിപൊളിയായിരുന്നു. എങ്ങനെ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല, അത്രയും സന്തോഷം. അവിടെ നിന്ന് വരാനേ എനിക്ക് തോന്നിയിട്ടില്ല അറിയാം. എങ്ങനെ പോയി? നമ്മുടെ ഇവിടുന്ന് കണ്ണൂർ റൂറൽ ടീം ബസ്സിൽ എല്ലാരും കൂടെ ഒരുമിച്ച് പോയായിരുന്നു. അതെയാ, നല്ല വൈബായിരിക്കും. പിന്നെ നമുക്ക് എവിടെയുണ്ടായി സ്ഥലം നമ്മുടെ തിരുവനന്തപുരത്ത് മാറിവാനസ് നഗറില്ല വിദ്യാലയം. എത്ര ആളാ പോയി? നമ്മള് 46 വിദ്യാർത്ഥികളാണ് പോയത്, കൂടെ ടീച്ചേഴ്സും. ടീച്ചേഴ്സ് ആരെല്ലാം ഉണ്ടായി? നമ്മളെ 2 DAമാരുണ്ടായിനി, പിന്നെ നമ്മളെ ADNO കണ്ണൂർ റൂറലിന്റെ ADNO പ്രസാദ് സാറ്, പിന്നെ ജയദേവൻ സാറ്, ഗണേശൻ സാറ്, പിന്നെ രേഷ്മ മാം, അങ്ങനെ അവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് എല്ലോ കുറെ നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടി. നമ്മള് കണ്ണൂർ റൂറലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ആരും അങ്ങനെ കാണുന്നില്ലല്ലോ, എല്ലാ സ്കൂളിലെ കുട്ടികളൊന്നും അറിയില്ലല്ലോ. പക്ഷെ ജില്ലാ ക്യാമ്പിന് ശേഷം സ്റ്റേറ്റ് ക്യാമ്പിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറെ കൂട്ടുകാരെ കിട്ടും, നല്ലോണം പരിചയപ്പെട്ടു എല്ലാവരും. ജില്ലാ ക്യാമ്പിന് ഉണ്ടായ വേറെ ആരെങ്കിലും ഉണ്ടായിനാ? ജില്ലാ ക്യാമ്പില് ഉണ്ടായ ഓരോ സ്കൂളിലെ വിദ്യാർത്ഥികള് ഉണ്ടായിരുന്നു. ഇന്ന് വിട്ടുവെക്കുന്നതിന്റെ പ്രശ്നം ഉണ്ടായിനാ? ഇല്ലപ്പാ, നമ്മള് ജില്ലാ ക്യാമ്പിന് പോയല്ലേ, നീയെല്ലാം ഉണ്ടായിട്ടില്ല, അതിന്റെ 10 മടങ്ങ് ഹാപ്പി ആയിരുന്നു നമ്മൾ അവിടെ പോകുമ്പോൾ. ജില്ലാ ക്യാമ്പിൽ ഉണ്ടായ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിനാടാ? എനിക്ക് കുറെ നല്ലോണം പരിചയപ്പെട്ട കൂട്ടുകാരെല്ലാം കാണാൻ പറ്റി നടന്ന്. ഷിയോണ, നേഹ, അദ്വൈത്, ശ്രേയസ്, അങ്ങനെ കുറെ പേരുണ്ടായിന്. പേര് പറയാൻ നിന്നാ തീരൂല. പോലും വരലെല്ലാം അടക്കം 8 ദിവസം. അവിടെ ഉണ്ടായ എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള അനുഭവങ്ങളെല്ലാം പറ. നമ്മള് 12 കളിച്ച് നമ്മള് ബാരക്കിൽ ഉണ്ടായത്. പക്ഷെ 20 ആൾ ഉണ്ടായിന്, 8 ആള് വേറെ റൂമിലാണ്. ബാരക്കിൽ നമ്മൾ ജില്ലാ ക്യാമ്പിൽ ഉണ്ടായ പോലെയല്ല. ജില്ലാ ക്യാമ്പിൽ പറഞ്ഞാൽ ഓരോ സ്കൂളിൽ നിന്നും ഓരോരുത്തരാണല്ലോ ഒരു റൂമിൽ ഉണ്ടായത്, അപ്പോ അധികം പരിചയമൊന്നും ഉണ്ടായില്ല. പക്ഷെ സ്റ്റേറ്റ് ക്യാമ്പിലാണെങ്കിൽ ഒരു ബാരക്കില് ഒരു ജില്ലത്തെ ടീം, കുറച്ച് ആൾക്കാര്. അപ്പോ നമ്മളെ 12 ഗേൾസും പിന്നെ സുഷമ മാമും ആണ് കൂടി ഉണ്ടായത്. എന്തെല്ലാം ക്ലാസ്സുകളായിട്ടാണ് ഉണ്ടായിനി? ഓരോ സെക്ഷൻ ആയിട്ടാണോ? നമുക്ക് നിരവധി സെക്ഷനുകളായിട്ടാണ് ഉണ്ടായിനി. രാവിലെ ഒരു 6:30 അല്ലെങ്കിൽ 6 മണി ആ ടൈമിൽ പരേഡ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പ്രഭാത ഭക്ഷണത്തിന് ശേഷം ക്ലാസ്സുകളാണ്. ഓരോ സെക്ഷൻ ഓരോ ആൾക്കാർ കൈകാര്യം ചെയ്യുന്നതിന്. ആദ്യ ദിവസം നമുക്ക് 12-ാം തീയതി ആണല്ലോ ക്യാമ്പ് തുടങ്ങിയത് തന്നെ. അപ്പോൾ അന്ന് നമുക്ക് ഫസ്റ്റ് സെക്ഷൻ കൈകാര്യം ചെയ്ത് നമ്മളെ മുൻ സ്റ്റേറ്റ് നോഡൽ ഓഫീസറായ വിജയൻ APS സാറാണ് കൈകാര്യം ചെയ്തത്. വളരെ നല്ല കാര്യമാണ്. എങ്ങനെ ആയിരിക്കണം ഒരു SPC കാഡറ്റ് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞല്ലോ, ഫസ്റ്റ് സെക്ഷൻ വിജയൻ APS സാറിന്റെ ആണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ബ്രേക്ക് ഒക്കെ ഉണ്ടായി. അതിനുശേഷം വീണ്ടും നമ്മളെ IAS IPS മേഖലയിലൊക്കെ പ്രഗത്ഭരായ ആൾക്കാരെ ക്ലാസ്സുകളാണ് ഉണ്ടായത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ പറ്റിയും പിന്നെ പ്രകൃതിയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇപ്പൊ കുന്നുകൂടി ഉപയോഗം അതല്ലേ, അപ്പൊ അതിന്റെ പറ്റിയിട്ടുള്ള പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ എത്രത്തോളം മാറ്റിയെടുക്കാന്നാണ് SPC നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ളത്. ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെ ഇതുണ്ടായിരുന്നു ക്യാമ്പ് ഉണ്ടായിരുന്നു? നമ്മള് മെയ് 12 മുതൽ 17-ാം തീയതി വരെയാണ് ക്യാമ്പ് ഉണ്ടായത്.
പിന്നെ അവിടെ വേറെ നമ്മളെ ടീച്ചേഴ്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? നമ്മളെ വിദ്യാലയത്തിൽ നിന്ന് അധ്യാപകരൊന്നും ഉണ്ടായിട്ടില്ല. കണ്ണൂർ റൂറൽ നിന്നുള്ള ആൾക്കാരാണ് നമ്മളെ കൂടെ സപ്പോർട്ടിന് ഉണ്ടായത്. പിന്നെ മാജിക്കിന്റെ ഒരു വീഡിയോ എല്ലാം കേട്ടിനല്ല? ഗോപിനാഥ് ബുദ്ധിക്കാട് സാറ് നമ്മളെ അടുക്ക വന്നിട്ടുണ്ടായിരുന്നു ഒരു സെക്ഷൻ കൈകാര്യം ചെയ്യാൻ. നമ്മളെ സ്റ്റേജിലേക്ക് വിളിച്ചു, മാജിക് ഒക്കെ കാണിച്ചു. ഭയങ്കര ഞെട്ടി. നമ്മളത് എങ്ങനെയാണ് ആ മാജിക് ചെയ്തെന്ന് നമുക്ക് തന്നെ അറിയില്ല. കാരണം നമ്മൾ അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ, അപ്പൊ എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ വളരെ കാഷ്വലായിട്ട് അത് എങ്ങനെയാണ് സംഭവിച്ചത് നമുക്കും അറിയില്ല. ഭയങ്കര വല്ലാത്തൊരു എക്സ്പീരിയൻസ്. വീഡിയോയിലും ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മളെ ഗ്രൂപ്പില് CPO സാറ് അയച്ചു തന്നിട്ടുണ്ടായിനി. നമ്മളെ സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഇല്ലേ ജിത ബീഗം മാം എന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ടാണ്. നമ്മളെ ക്യാമ്പിൽ പങ്കെടുക്കാൻ ഭയങ്കര ആ 7 ദിവസം അവിടെ ഉണ്ടായ സമയത്ത് നമുക്ക് ആ ക്യാമ്പിലുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി മാം നല്ല സപ്പോർട്ട് ഉണ്ടായിനി. ആ ക്യാമ്പ് തന്നെ രസമാക്കിയത് മാം തന്നെയാണ്. അത്രയും തിരക്കിനിടയിലും നമ്മൾ ഈ ക്യാമ്പിൽ എല്ലാ ദിവസവും വന്ന് പങ്കെടുത്തിട്ടുണ്ട്. മാമിന്റെ പ്രസൻസ് തന്നെയാണ് നമ്മളെ ക്യാമ്പ് ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം. ഫീൽഡ് വിസിറ്റ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല? പിന്നെ ഉണ്ടായിനി. നമ്മള് വിഴിഞ്ഞം തുറമുഖമില്ലേ, അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങനെ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ അങ്ങനെ കയറാനുള്ള അവസരമില്ല. പക്ഷെ SPC കാഡറ്റ് എന്ന നിലയിൽ നമുക്ക് അവിടുന്ന് അവസരം കിട്ടി. അതിനുള്ളൊക്കെ കണ്ടു. ഭയങ്കര എക്സ്പീരിയൻസ് ആണത്. പിന്നെ പരേഡ് ഗ്രൗണ്ട് എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നില്ലേ? പരേഡ് ഗ്രൗണ്ട് ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ ഇത്രയും 1000-നടുത്ത് കുട്ടികൾ പങ്കെടുത്ത ക്യാമ്പാണല്ലോ, അപ്പൊ അത്രയും വലിയൊരു ഗ്രൗണ്ട് ആയിരുന്നു അത്. നമ്മൾ രാവിലെ സാധാരണ വീടുകളിൽ നിന്ന് എണീക്കാൻ കുറച്ച് വൈകുമല്ലോ, പക്ഷെ അവിടെ രാവിലെ എണീച്ച് റെഡിയാവലൊക്കെ ആകുമ്പോഴത്തേക്ക് സമയം ഒരുപാട് വേണമല്ലോ. അപ്പൊ നമ്മൾ 4:30-5 മണി അതിനെപ്പെട്ടേ എണീക്കും. അവര് പറഞ്ഞത് ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് എണീച്ചാൽ മതി. പക്ഷെ നമ്മുടെ ബാരക്കിലുള്ളവരെല്ലാം നേരത്തെ എണീച്ച് റെഡിയായി. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. പരേഡ് എന്നെല്ലാം പറയുമ്പോ നമ്മളെ ഗവർണറാണ് നമ്മളെ പാസിംഗ് ഔട്ട് സെറിമണീന്റെ സല്യൂട്ട് സ്വീകരിച്ചത്. അപ്പൊ അത്രയും പരേഡില് ഓരോ കാര്യങ്ങളും നമുക്ക് അത്രയും നല്ല അനുഭവങ്ങൾ തരുന്നതായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മളെ SPCന്റെ സ്റ്റേറ്റ് ക്യാമ്പിന് വേണ്ടിയിട്ട് കുറേ സെലക്ഷൻ ഒക്കെ ഉണ്ടായിട്ട്, അപ്പോൾ ശ്രീലക്ഷ്മിക്ക് പോകേണ്ടതായിരുന്നു. എൻ്റെ സത്യസന്ധ കാരണം എനിക്ക് പോകാൻ പറ്റി. എന്നേക്കാൾ അർഹതപ്പെട്ട ഒരാളാണ് ശ്രീലക്ഷ്മി എന്ന് എനിക്ക് പറയാൻ കഴിയും. എനിക്ക് വിഷമമുണ്ടായിരുന്നു. നിനക്ക് ഒരു സ്കൂളിൽ നിന്ന് ഒരാൾക്കല്ലേ പോകാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നമുക്ക് രണ്ടാൾക്കും പോകാൻ പറ്റിയില്ല, ഒരാൾക്കല്ലേ പോകാൻ പറ്റും. അതൊന്നും ഇനി പറയണ്ടപ്പാ, ഇത് കഴിഞ്ഞതല്ലേ. ജില്ലാ ക്യാമ്പില് നീ ഉണ്ടായപ്പോൾ സ്റ്റേറ്റ് ക്യാമ്പിൽ ഇല്ലാതെ നിൽക്കുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എന്നെക്കാളും നല്ല ഫ്രണ്ട്സിനെല്ലാം കിട്ടിയതല്ലേ. വാ നടക്ക്. മാധ്യമ പ്രവർത്തകരുമായിട്ട് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു കേട്ടല്ല. ആരൊക്കെയാണ് അവര്? ശരത് ചന്ദ്രൻ സാർ ഉണ്ടായിരുന്നു, പിന്നെ രാജീവ് സാർ, പിന്നെ ശ്രീദേവി മാം എന്നിവരാണ് ഉണ്ടായത്. അവര് മാധ്യമ ജീവിതത്തിൽ അവരുടെ അനുഭവങ്ങളും പിന്നെ മാധ്യമ മേഖല നേരിടുന്ന പ്രശ്നങ്ങളും നല്ല രീതിയിലുള്ള കാര്യങ്ങളും അങ്ങനെ നിരവധി കാര്യങ്ങൾ അവര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ സംശയങ്ങളൊക്കെ അവരോട് ചോദിച്ചാൽ അവര് നമുക്ക് മറുപടിയൊക്കെ തന്നായിരുന്നു. കൾച്ചറൽ പ്രോഗ്രാം പോലെയുള്ള പരിപാടികളൊന്നും ഉണ്ടായിരുന്നു. വിവിധ ജില്ലകളിലെ വിദ്യാർത്ഥികള് കാഡറ്റ്സ് നമ്മള് അവരെ ജില്ലയിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വന്ന പ്രോഗ്രാംസ് അവതരിപ്പിച്ചായിരുന്നു. അതേപോലെ നമ്മളെ കണ്ണൂർ ജില്ലയിൽ എന്ത് പരിപാടിയാണ്? നമ്മള് എല്ലാ കാഡറ്റുകളെയും പങ്കെടുപ്പിക്കുന്ന രീതിയിൽ പണ്ടാരപ്പെട്ടി എന്ന് പറയുന്ന നാടകമാണ് നമ്മൾ അവതരിപ്പിച്ചത്. ഉദ്ഘാടനത്തിനായിട്ട് നമ്മളുടെ ധനകാര്യമന്ത്രി ബാലഗോപാലൻ സാർ ഉണ്ടായിരുന്നു, കടകംപള്ളി സുരേന്ദ്രൻ സാർ ഉണ്ടായിരുന്നു, നിരവധി IAS IPS മേഖലയിലുള്ളവർ വന്നിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്തിന്റെ ഡിസ്ട്രിക്ട് കളക്ടർ
അനുകുമാരി IAS വന്നിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് പൊല്യൂഷനെ പറ്റിയിട്ടും നമ്മൾ ഒരു ചെറിയൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിന് വേണ്ടിയിട്ട് വലിയൊരു കാര്യം നേടാൻ കഴിയുമെന്ന് പറയുന്ന പോലെ പ്ലാസ്റ്റിക് പൊല്യൂഷനെ പറ്റിയിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. നിരഞ്ജന, ഇഷ്ടപ്പെട്ട സെക്ഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ആരാണ് എടുത്തിരുന്നത്? നിരവധി സെക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നിയത് ട്രിവാൻഡ്രം RCCയിലെ ഡോക്ടർ പ്രശാന്ത് സാറിൻ്റെ ക്ലാസ് ആയിരുന്നു. അദ്ദേഹം നിരവധി രോഗികളുമായിട്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ജീവിതം നഷ്ടപ്പെട്ട നിരവധി രോഗികളുടെ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ ലഹരി ഉപയോഗം നമ്മളുടെ മാനസികമായും സാമൂഹികമായും നമ്മളെ എത്തരത്തിൽ ബാധിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മളുടെ ജീവിതം എങ്ങനെ ഇല്ലാതാകുന്നു, മാനസികമായാലും സാമൂഹികമായാലും നമ്മളുടെ ജീവിതം എങ്ങനെ ഇല്ലാണ്ടാകുന്നു എന്നതിനെ പറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കാരണം വിദ്യാർത്ഥികളായാലും മുതിർന്നവരായാലും ഈ ലഹരി വസ്തുക്കൾ ഒരു രസത്തിന് വേണ്ടിയിട്ടാണല്ലോ ആദ്യം ഉപയോഗിക്കുന്നത്. അവരുടെ ധാരണ എന്താണ്? ഇത് നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്ന എന്നാണല്ലോ. പക്ഷെ അത് സാധിക്കില്ല എന്നും നമ്മുടെ ബ്രെയിനിനെ അത് എങ്ങനെ ബാധിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. ആന്റി ഡ്രഗ് മാർച്ച് ഉണ്ടായിരുന്നു. മാനവീയം വീതിയിൽ നിന്ന് തുടങ്ങിയിട്ട് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം വരെ നമ്മൾ ലഹരിക്കെതിരെയുള്ള ഒരു മാർച്ച് ഉണ്ടായിരുന്നു. ആ സ്റ്റേഡിയത്തിൽ എത്തിയതിനു ശേഷം നമുക്ക് അവിടുത്തെ ഉദ്ഘാടനം നിർവഹിച്ച് നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറായിരുന്നു. അദ്ദേഹം നമ്മളോട് നിരവധി കാര്യങ്ങൾ പറഞ്ഞു, SPCയെ കുറിച്ചായാലും. അത് മാത്രമല്ല, പരേഡും കൂടാതെ യോഗയും സൂംബ ഡാൻസും ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു. എക്സസൈസ് നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. മറ്റ് നമുക്ക് ചെറുങ്ങനെ മടുപ്പൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ആക്റ്റീവായിട്ട് എല്ലാവരും അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സൈക്കാട്രിസ്റ്റ് അരുൺ സാറ് നമുക്ക് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ പറ്റിയിട്ട് ക്ലാസ് എടുത്ത് തന്നായിരുന്നു. എന്തൊക്കെയായാലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. SPC കാഡറ്റുകളായ നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാവണം. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതെ നല്ല കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ. ഒരു SPC കാഡറ്റ് എന്ന നിലയിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. ഇനി വരുന്ന ജൂനിയർ കാഡറ്റുകളോട് എനിക്ക് പറയാനുള്ളത് എന്തെന്നാൽ, SPC എന്നത് വെറുമൊരു ഗ്രേസ് മാർക്കിന് വേണ്ടിയുള്ളതല്ല. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഉൾക്കൊള്ളേണ്ട നിരവധി മൂല്യങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒന്നാണ് SPC എന്നത്. വർത്തമാനകാലത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനെതിരെയുള്ള പ്രതിരോധമാണ് സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് എന്ന പ്രൊജക്ട്. ഇത്രയും നേരം നമ്മളോട് സംവദിച്ച നിരഞ്ജനയ്ക്ക് നന്ദി. ആൻഡ് ഇനി വരുന്ന ജൂനിയർ കാഡറ്റ്സിനോട് പറയാനുള്ളത്, SPC സ്റ്റേറ്റ് ക്യാമ്പ് എന്ന് പറയുന്നത് വളരെ അമൂല്യമായ ഒരു കാര്യമാണ്. അതിലേക്ക് ഒരു സ്കൂളിൽ നിന്നും ഒരു കുട്ടിക്ക് മാത്രമേ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ചെറുതാഴം സ്കൂളിൽ നിന്ന് നമ്മുടെ നിരഞ്ജനയ്ക്കാണ് അതിനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ SPCയുടെ വകയും അതേപോലെ ഷൈനിങ് സ്റ്റാർസിൻ്റെ വകയും സ്കൂളിൻ്റെ പേരിലും ഞാൻ നിരഞ്ജനയ്ക്ക് 1000 അഭിനന്ദനങ്ങൾ നേരുന്നു. താങ്ക് യു. ഇന്ന് നമ്മൾ ഷൈനിങ് സ്റ്റാർസിന്റെ പരിപാടിയിലേക്കാണ് വന്നിരിക്കുന്നത്. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി. എങ്ങനെയുണ്ടായിരുന്നു ക്യാമ്പ്? അത് പറഞ്ഞല്ലോ. പിന്നെ ഇനി വരുന്ന SPCയിലേക്ക് ഇത്രയും നേരം നമ്മളോട് എന്താ വെച്ചല്ലേ? എന്തായാലും പാട്ട് വേണ്ട, എന്തിനാ